കേരള PSC. മൈ നെയിം ഇസ് നവനീത്. വേൾഡ് ജിയോഗ്രഫിയുടെ 3ാമത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അക്ഷാംശ രേഖകളെ കുറിച്ചാണ്. നമുക്കറിയാം, അക്ഷാംശ രേഖ എന്ന് പറയുന്നത് ഭൂമധ്യരേഖയ്ക്ക് സമാന്തരമായി കാണപ്പെടുന്ന വൃത്താകൃതിയിലുള്ള സാങ്കല്പിക രേഖകൾ. ഈ രേഖകളെയാണ് നമ്മുടെ അക്ഷാംശ രേഖകൾ എന്ന് പറയുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട അക്ഷാംശ രേഖ എന്ന് പറയുന്നത് ഭൂമധ്യരേഖയാണ്. ഭൂമധ്യരേഖയാണ് ഭൂമിയെ രണ്ടായി വിഭജിക്കുന്നത്, ഉത്തരാർദ്ധഗോളമെന്നും ദക്ഷിണാർദ്ധഗോളമെന്നും. അതിൽ ഉത്തരാർദ്ധഗോളത്തിലാണ് നമ്മുടെ രാജ്യമായ ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയുടെ മധ്യഭാഗത്തുകൂടി കടന്നു പോകുന്ന രേഖ എന്ന് പറയുന്നത് ഉത്തരായന രേഖയാണ്. നമുക്കറിയാം, അടുത്തടുത്ത് സ്ഥിതി ചെയ്യുന്ന അക്ഷാംശ രേഖകൾ തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് 111 കിലോമീറ്റർ ആണ്. ഇതിൽ ഭൂമധ്യരേഖയുടെ അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനം എന്ന് പറയുന്നത് തമിഴ്നാടാണ്. നമ്മുടെ അയൽ സംസ്ഥാനമായ തമിഴ്നാടാണ് ഭൂമധ്യരേഖയ്ക്ക് അടുത്ത് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം എന്ന് പറയുന്നത്. ഭൂമധ്യരേഖ കടന്നു പോകുന്ന ഭൂഖണ്ഡങ്ങളെ കുറിച്ച് സംസാരിക്കുമ്പോൾ 3 ഭൂഖണ്ഡങ്ങളുണ്ട്: ഏഷ്യയും ആഫ്രിക്കയും സൗത്ത് അമേരിക്ക, അല്ലെങ്കിൽ ലാറ്റിൻ അമേരിക്ക, അല്ലെങ്കിൽ ദക്ഷിണ അമേരിക്ക. ഇതിൽ ഈ മൂന്ന് ഭൂഖണ്ഡങ്ങളിലൂടെയാണ്, ഏഷ്യയും ആഫ്രിക്കയും സൗത്ത് അമേരിക്കയിലും കൂടിയാണ് ഭൂമധ്യരേഖ കടന്നു പോകുന്നത്. അതിൽ ഭൂമധ്യരേഖ കടന്നു പോകുന്ന ഏക ഏഷ്യൻ രാജ്യം എന്ന് പറയുന്നത് ഇന്തോനേഷ്യയാണ്. ഇന്തോനേഷ്യയാണ് ഭൂമധ്യരേഖ കടന്നു പോകുന്ന ഏക ഏഷ്യൻ രാജ്യം എന്ന് പറയുന്നത്. ഏറ്റവും വലിയ രാജ്യം, ഭൂമധ്യരേഖ കടന്നു പോകുന്ന ഏറ്റവും വലിയ രാജ്യം എന്ന് പറയുന്നത് ലാറ്റിൻ അമേരിക്കൻ കൺട്രിയായ ബ്രസീലാണ്. പിന്നീട് പറയാനുള്ളത് എണ്ണത്തെക്കുറിച്ച് പറഞ്ഞാൽ 181 അക്ഷാംശ രേഖകളാണ് ആകെ ഉള്ളത്. അതിൽ തൂത്തുക്കുടിയാണ് ഭൂമധ്യരേഖയ്ക്ക് അടുത്ത് സ്ഥിതി ചെയ്യുന്ന തുറമുഖം എന്ന് പറയുന്നത്. തൂത്തുക്കുടി, തമിഴ്നാട്ടിലെ തൂത്തുക്കുടിയാണ്. പിന്നീട് പറയാനുള്ളത്, ഇന്ത്യൻ ഉപദ്വീപിന്റെ തെക്കേ അറ്റത്തോട് കടന്നു പോകുന്ന രേഖയാണ് ഭൂമധ്യരേഖ എന്ന് പറയുന്നത്. ആകെ 8 സംസ്ഥാനങ്ങളിലൂടെയാണ് ഉത്തരായന രേഖ കടന്നു പോകുന്നത്. ആകെ 8 സംസ്ഥാനങ്ങളിലൂടെയാണ്. ഇന്ത്യയിലെ മധ്യഭാഗത്തുകൂടി കടന്നു പോകുന്ന രേഖയാണ് ഉത്തരായന രേഖ എന്ന് പറയുന്നത്. ആ 8 സംസ്ഥാനങ്ങൾ എന്ന് പറയുന്നത് ഗുജറാത്ത്, രാജസ്ഥാൻ, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്. ജാർഖണ്ഡ്, വെസ്റ്റ് ബംഗാൾ, ത്രിപുര, മിസോറാം. ഗുജറാത്ത്, രാജസ്ഥാൻ, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, ജാർഖണ്ഡ്, വെസ്റ്റ് ബംഗാൾ, ത്രിപുര, മിസോറാം. ഈ 8 സംസ്ഥാനങ്ങളിലൂടെയാണ് ഉത്തരായന രേഖ കടന്നു പോകുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മാത്രമാണ് ഇന്ന് പറയാനുള്ളത്. ക്ലാസ്സുകൾ ഇനിയും തുടരുന്നതായിരിക്കും. ക്ലാസ് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും നന്ദി.